അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിൽ ചില ചിന്തകൾ കൂടെ ദൈവാത്മ പ്രേരണയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ സമാധാനത്തിന്റെ അന്തരീക്ഷങ്ങളെ തകർത്ത് കളയുന്ന സാഹചര്യങ്ങളാണ് എപ്പോഴും നിലനിൽക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് മാറാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിലും മാറാൻ കഴിയാതെ ജീവിത സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ അതിൽ നിന്നും ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഒരു മാറ്റം സംഭവിക്കാനായി നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഗിരിപ്രഭാഷണത്തിൽ യേശു 9 കൂട്ടം ഭാഗ്യവാന്മാരെ പറയുന്ന കാര്യങ്ങളിൽ ഒരാളെ കുറിച്ച് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എന്തൊരു ഭാഗ്യമാണതല്ലേ! സത്യത്തിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് സമാധാനവുമായി ബന്ധപ്പെട്ട് 4 വിധത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ഉൾപ്പെടെ, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നവർ ഉൾപ്പെടെ. 1 സമാധാനം ഇല്ലാത്തവർ, 2 സമാധാനം ഉള്ളവർ, 3 സമാധാനം ഉണ്ടാക്കുന്നവർ, 4 സമാധാനം കെടുത്തിക്കളയുന്നവർ. നമ്മൾ ഇതിൽ ആരുടെ കൂട്ടത്തിൽ ആണ് എന്ന് ചിന്തിപ്പാൻ ഇന്ന് സമയത്ത് നിങ്ങളൊന്ന് മാറ്റിവെക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന അനുഭവങ്ങളാണ്. സമാധാനം ഇല്ലാത്തവരാണ്. ഉള്ളവർ വളരെ കുറവാണ്. സമാധാനം ഇല്ലാത്തവരാണ് അധികം പേരും. അതിലധികവും സമാധാനം കെടുത്തിക്കളയാൻ വേണ്ടി ശ്രമിക്കുന്നവരുമാണ്. എന്നാൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വളരെ ചുരുക്കം വ്യക്തികളെ മാത്രമേ നമ്മുടെ ഇടയിൽ കാണാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സമാധാനം ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസന്റ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു ചിന്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇത് ഗിരിപ്രഭാഷണത്തിൽ യേശു ഉദ്ധരിക്കുന്ന വചനങ്ങളാണ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. യേശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നവനല്ല, പറഞ്ഞത് പ്രവർത്തിച്ച് കാണിക്കുന്നവനാ. ജീവിതത്തിൽ ഏത് അനുഭവങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും യേശുവിന്റെ വചനം നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടത് അവൻ പറയുന്നവനായതുകൊണ്ടല്ല, പ്രവർത്തിച്ച് കാണിക്കുന്നവനായതുകൊണ്ടാണ്. അതുകൊണ്ട് അവനിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ആരെക്കാളും അവനിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയും. യേശു പറഞ്ഞതാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് പറഞ്ഞിട്ട് യേശു പോകാൻ നേരം പറയുന്നുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇങ്ങനെ സമാധാനപരമായ ഒരുപാട് അനുഭവങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ തൻ്റെ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി ദൈവത്താൽ ഒരു നിരപ്പ് സൃഷ്ടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാ? യേശു ക്രൂശിലെ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്നും അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് പറയുമ്പോഴും യേശു തൻ്റെ ജീവിതം കൊണ്ട് സമാധാനം ഉണ്ടാക്കി കാണിച്ചവനാണ്. ആ സമാധാനം ഉണ്ടാക്കി കാണിച്ചവനെ തിരുവചനം വിളിക്കുന്നത്, ആ പിതാവ് തന്നെ അവനെ അഭിസംബോധന ചെയ്യുന്നത്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്നാണ്. ആ ഒരു പുത്രത്വത്തിന്റെ പദവിയിലേക്ക് മക്കളായി മാറാൻ നമുക്ക് പ്രാഗൽഭ്യം വരുന്ന ഒരു ക്വാളിറ്റി, നാം സമാധാന കാംക്ഷികളായി മാറുക എന്നുള്ളതല്ല, സമാധാനം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ അവൻ സമാധാനം ഉണ്ടാക്കിയത് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? ക്രൂശിലേക്ക് നോക്കുമ്പോഴാണ് ആ സമാധാനത്തിന്റെ വെളിപ്പാടുകൾ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ക്രൂശിലെ രക്തമാണ് സമാധാനത്തെ ഉണ്ടാക്കി കൊടുത്തതെന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് പ്രധാനമായും ഒരേ ഒരു കാര്യം മാത്രമേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. യേശു ക്രൂശിൽ രക്തം ചിന്തുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സെൽഫ് സാക്രിഫിഷ്യൽ ആണ്, സ്വയമായുള്ള ത്യാഗമാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ സമാധാനം ഇല്ലാതാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ സാഹചര്യമാകാം, സമൂഹമാകാം, വ്യക്തി ജീവിതങ്ങളിൽ ഇടപെടലുകളാകാം, എന്ത് തന്നെയായാലും ഇതിനപ്പുറത്ത് നമ്മൾ ചിന്തിച്ചു വെക്കുന്ന മേഖലകൾ, നമ്മുടെ സ്റ്റാറ്റസുകൾ, നമ്മുടെ ഈഗോ, നമ്മുടെ സിറ്റുവേഷൻസ്, ഇതെല്ലാമാണ് നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്നത്. നമ്മളെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ, ഒരു സെൽഫ് സാക്രിഫിഷ്യൽ അനുഭവത്തിലേക്ക് നിങ്ങൾ മാറുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരുമെന്ന് മാത്രമല്ല, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്ന മേഖലകളിലേക്ക് തിരിയുന്നത് കാണുവാൻ കഴിയും. ഈ തിരുവചനത്തിൽ ഏകദേശം 250 പ്രാവശ്യത്തോളം സമാധാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 90ഓളം ഭാഗങ്ങൾ പുതിയ നിയമത്തിലും, എന്നാൽ പുതിയ നിയമത്തിൽ 1 യോഹന്നാന്റെ ലേഖനത്തിൽ അല്ലാതെ ബാക്കി എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് സമാധാനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. സമാധാനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് തിരുവചനത്തിലൂടെ വ്യക്തമാക്കുന്നതാണ് ഇതെല്ലാം.
യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച്, അവരുടെ ആചാരം അനുസരിച്ച് അവർ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപേ അവരുടെ ഗ്രീറ്റിംഗ് വേർഡായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഷലോം എന്നാണ്. എങ്ങനെയാണ് അത് പ്രതിവചിക്കാൻ, ഉച്ചരിക്കാൻ നമുക്ക് കഴിയുന്നത്? നമ്മുടെ ഉള്ളിൽ സമാധാനം വരുമ്പോഴാണ്. നമ്മുടെ ഉള്ളിൽ സമാധാനം വരുമ്പോൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാൻ നമുക്ക് കഴിയുമെന്നത് ഉള്ളതാണ് സത്യം. യേശുവിന്റെ ജീവിതത്തിൽ അവൻ സെൽഫ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ സമാധാനത്തെ ഉണ്ടാക്കി കൊടുത്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഈ സമാധാനത്തെ ഉണ്ടാക്കാൻ, സെൽഫ് സാക്രിഫൈസ് ചെയ്യാനായിട്ട് അവൻ തിരഞ്ഞെടുത്ത വഴികൾ, അവന്റെ ജീവിതം, അവന്റെ ആ ക്രൂശീകരണം, അതിലേക്ക് നാം കടന്നു വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ സത്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കുകയും നാം പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് സത്യത്തിൽ സെൽഫ് സാക്രിഫിഷ്യൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാം സ്വയമായി എരിഞ്ഞടങ്ങുകയും നാം തകർന്നു വീഴുകയും എന്നുള്ളതിനപ്പുറത്തേക്ക് ചിലതിനെ നാം ഉപേക്ഷിക്കുകയും ചിലതിനെ നാം കൈവരിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഈ സാക്രിഫിഷ്യൽ എന്ന വാക്ക്, അല്ലെങ്കിൽ ത്യാഗം, ത്യജിക്കുക എന്ന വാക്ക് നാം ഉദ്ധരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായും മാറുക, അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിക്കുക എന്നൊക്കെയാണ് നാം ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. നാം ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുകയും കൈവരിക്കേണ്ടതിനെ കൈവരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിനെയാണ് സെൽഫ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഉപേക്ഷിക്കേണ്ടവയാണ്? നമ്മുടെ ഈഗോ, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ കോംപ്ലക്സ്, നമ്മുടെ പരദൂഷണം, പക, പിണക്കം, ഇങ്ങനെ ജഡീകമായ അനുഭവങ്ങൾ, നമ്മുടെ റിലേഷൻഷിപ്പിനെ തകർത്ത് കളയുന്നത്, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നത്, നമ്മുടെ ജീവിതത്തെ ഉടച്ചു കളയുന്ന അനുഭവങ്ങളെ നാം ഉപേക്ഷിക്കുകയും കൈവരിക്കേണ്ടതായ സ്നേഹം, സന്തോഷം, സമാധാനം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങൾ, ഇങ്ങനെയുള്ളതിനെ നമ്മളിലേക്ക് പകരുകയും അതിൽ നിറയപ്പെടുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ സാക്രിഫൈസ് എന്ന് പറയുന്നത്. ഇതിനുള്ള സന്നദ്ധത നമ്മൾ കാണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തെ കൊണ്ടുവരുവാനും സമാധാനം ഉണ്ടാക്കുവാനും നമുക്ക് കഴിയുന്നത്. അത് നമ്മളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ദൈവത്തിന്റെ പുത്രന്മാർ എന്ന വിളിയിലേക്ക് നമ്മളെ എത്തിക്കും. റോമാലേഖനം 15:3 എബ്രായ ലേഖനം 13:20 പറയുന്നുണ്ട്, സമാധാനത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന്. ആ സമാധാനത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ആ ദൈവത്തിന്റെ പുത്രന്മാരായി, പുത്രിമാരായി നമ്മൾ മാറണമെങ്കിൽ സമാധാനത്തിന്റെ മക്കളായി നാം മാറണം. നിങ്ങൾ വചനത്തിലേക്ക് ആഴമായി ഇറങ്ങിയാലും, യഹൂദ സമ്പ്രദായങ്ങൾ, ആചാരങ്ങൾ, അവരുടെ പാരമ്പര്യം എടുത്തു നോക്കിയാലും സമാധാനം എന്ന് പറയും, പീസ് എന്ന് പറയുന്നതിന് അവർ ഒരു ഹയർ വാല്യൂ കൊടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് പീസ് ഈസ് ദ ഹയസ്റ്റ് ബ്ലെസ്സിങ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ അനുഗ്രഹം സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത് പലപ്പോഴും ലോട്ടറി അടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുവിധ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴോ അവൻ ഭാഗ്യവാനാണെന്ന് നമ്മൾ പറയും. പക്ഷെ തിരുവചനം പഠിക്കുമ്പോൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് സമാധാനമുള്ളവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. സമാധാനമില്ലാതെ ഉറങ്ങി എത്രയെത്രയോ രാത്രികൾ, സമാധാനമില്ലാതെ നടന്ന ജീവിതത്തിന്റെ എത്രയെത്രയോ പിൻവഴികൾ. നമുക്കൊരു സമാധാനം വേണ്ടേ? ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സമാധാനത്തെ ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ എത്ര തകർച്ച അനുഭവിക്കുന്നവരാണെങ്കിലും ഇതുവരെ അനുഭവിക്കാത്ത ഒരു വലിയ സമാധാനം നിങ്ങളിലേക്ക് അനുഭവിപ്പാൻ ഒരു സെൽഫ് സാക്രിഫൈസിന് വേണ്ടി നിങ്ങൾ തീരുമാനമെടുക്കുക. ഒരുപക്ഷെ നമ്മുടെ ഈഗോ, നമ്മുടെ കോംപ്ലക്സ്, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതിനൊന്നും നമ്മെ സമ്മതിക്കത്തില്ല. ഒന്ന് താഴ്ന്നു കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് വിധേയപ്പെടാനോ ഒന്ന് ക്ഷമിപ്പാനോ ഒന്ന് സഹിപ്പാനോ ഇതൊന്നും നമ്മെ അനുവദിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ഇതിനെല്ലാം അടിയറവ് പറഞ്ഞേ മതിയാകും. കാരണം പണമുള്ളതല്ല, വലിയ കെട്ടിടങ്ങളുള്ളതല്ല, കാറുള്ളതല്ല, നല്ല ജോലിയുള്ളതല്ല, സമ്പത്തുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരട്ടെ. നിങ്ങൾ ഉണ്ടാക്കുന്ന പണത്തിനോ, നിങ്ങൾ ഉണ്ടാക്കുന്ന ജീവിതാനുഭവങ്ങൾക്കോ, നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിനോ, സഭയ്ക്കോ, നിങ്ങൾ എത്ര പദവി അലങ്കരിക്കുന്നവരാണെങ്കിലും, എത്ര പിടിപാടുള്ളവരാണെങ്കിലും ഒന്നിനും നിങ്ങൾക്ക് സമാധാനത്തെ തരാൻ കഴിയുകയില്ല. വചനത്തിനും ഈ വചനം രേഖപ്പെടുത്തിയ ക്രിസ്തുവിനുമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനത്തെ തരാൻ ആർക്കും കഴിയുകയില്ലെന്നൊരു യാഥാർത്ഥ്യം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് പറഞ്ഞവൻ കാണിച്ചു തന്നതുപോലെ ഒരു സെൽഫ് സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുക്കുക. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു സമാധാനം വെളിപ്പെട്ടു വരും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം സമാധാനം കണ്ടെത്തുന്നത് മറ്റുള്ളവരുടെ പ്രശ്നത്തിലാണ്. നമ്മുടെ ഭവനത്തിൽ കറണ്ട് പോയാൽ അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കിയിട്ട് നമ്മൾ പറയും, എടാ അവിടെ കറണ്ട് ഉണ്ടോ നോക്കിക്കേ. കറണ്ട് ഇല്ലെന്ന് പറഞ്ഞാൽ സമാധാനമായി എന്ന് പറയും, അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ സമാധാനം പലപ്പോഴും നാം കണ്ടെത്തുന്നത്. മറ്റുള്ളവരുടെ പ്രശ്നം, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്, മറ്റുള്ളവരുടെ വേദന, നമ്മൾ അത് സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ വേണ്ട, നമ്മുടെ ജീവിതത്തിലെ സമാധാനം നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മളിൽ കൂടെ തന്നെയാണെന്നൊരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരട്ടെ. മറ്റുള്ളവരുടെ വേദന കണ്ട് സമാധാനം കണ്ടെത്തുന്നവരല്ല,
മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ സമാധാനം അവർക്ക് കൊടുക്കുന്നവരായി മാറാനാണ് നാം മാറേണ്ടത്. നമ്മൾ സമാധാനം ഉണ്ടാക്കേണ്ടവരാണ്. എവിടെയെല്ലാം നമുക്ക് നമ്മുടെ സമാധാനത്തെ ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയും, നമുക്ക് കൈമാറാൻ കഴിയും, ഒന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയണം. അതാണ് പ്രഥമ പടി എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ലെങ്കിൽ എനിക്ക് മറ്റൊന്നിലും സമാധാനം കണ്ടെത്താൻ കഴിയുകയുമില്ല, മറ്റാർക്കും സമാധാനം കൊടുക്കാൻ കഴിയുകയുമില്ല. എൻ്റെ ജീവിതത്തിന്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന സാഹചര്യങ്ങൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ വ്യാകുലങ്ങൾ, ആകുലങ്ങൾ അതെല്ലാം മാറ്റിയിട്ട് എല്ലാത്തിനെയും നന്മയോടെയും പോസിറ്റീവായിട്ടും അപ്രോച്ച് ചെയ്യാൻ തീരുമാനമെടുക്കുക. ഒരു വലിയ സമാധാനം നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെട്ടു വരുന്നത് കാണാൻ കഴിയും. രണ്ട്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിലാണ്, നിങ്ങളുടെ ഫാമിലിയിലാണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നവരായി നിങ്ങൾ മാറണം. സമാധാനമില്ലാത്തത് കൊണ്ട് തകർന്നു പോകുന്ന എത്രയെത്രയോ കുടുംബജീവിതങ്ങളുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, തലമുറകളുമായുള്ള ബന്ധത്തിൽ ഒരുമിച്ച് സന്തോഷത്തോടെ പോകാൻ കഴിയാതെ വണ്ണം അകന്ന് മാറി നിൽക്കുന്ന എത്ര അനുഭവങ്ങൾ ഇന്ന് ഇതെന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ സമാധാനം ഇല്ലാതാകുന്നത്? എൻ്റെ പ്രശ്നമാണോ? ആയിരിക്കാം. എൻ്റെ ക്ഷമയില്ലായ്മയായിരിക്കാം, എൻ്റെ വാക്കുകളുടെ പെരുപ്പമായിരിക്കാം, എൻ്റെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളായിരിക്കാം. എന്ത് തന്നെ ആയാലും ഞാൻ എന്നെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുന്നു. എന്തിനു വേണ്ടി? എൻ്റെ കുടുംബത്തെ കെട്ടിപ്പടുത്തിയെടുക്കാൻ വേണ്ടി. ഒന്ന് ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ, ഒന്ന് സഹിക്കാൻ കഴിയട്ടെ, ഒന്ന് താഴുവാനുള്ള മനോഭാവം നിങ്ങളിലേക്ക് ദൈവം തരട്ടെ. എന്തിനു വേണ്ടിയാണ്? അതിൽ നിന്നും ഒരു വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നേ. ഇന്ന് ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമാധാനമില്ലാതെ വലയുന്ന അലയുന്ന കുടുംബജീവിതത്തിൽ ഒരു വലിയ സമാധാനം ദൈവാത്മാവ് നിറയ്ക്കട്ടെ. തകർന്നിരിക്കുന്ന നാളുകൾക്കപ്പുറത്ത് നിങ്ങളെ ഉദ്ധരിക്കുന്ന ദൈവിക കരങ്ങൾ ഈ വചനത്തിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. ഭാര്യഭർത്തൃ ബന്ധത്തിൽ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ തകർന്നു മാറിയിരിക്കുന്ന അനുഭവങ്ങൾ, എത്ര നാളുകളായി ഇങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ചില മേഖലകളിൽ നിന്നും ഇന്ന് ഈ വചനം അയച്ച് പരിശുദ്ധാത്മാവ് ഒരു വലിയ സൗഖ്യം, സമാധാനം നിങ്ങളുടെ അന്തരീക്ഷത്തിന്മേൽ പകർന്നു തരട്ടെ. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ജീവനും ചൈതന്യവുമുള്ള ഈ വചനത്തിന്റെ ശക്തി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ചലിച്ചു തുടങ്ങും. നിങ്ങളുടെ ബന്ധങ്ങളിൽ അത് ബന്ധനമായി മാറിയ ചില അനുഭവങ്ങളിൽ അല്ലല്ല, അത് നിങ്ങളെ റിലീസ് ചെയ്ത് ഒരു വലിയ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന മേഖലയിലേക്ക് ഇന്ന് ദൈവ സാഹചര്യങ്ങൾ എത്തിയിരിക്കട്ടെ. ഒരുപാട് നാളുകളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് സമാധാനമില്ലാതെ മുൻപോട്ട് പോകുന്ന ജീവിത അന്തരീക്ഷം വെളിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് എത്ര നാൾ ഇങ്ങനെ മുൻപോട്ട് പോകും എന്നുള്ളത്. എന്നാൽ ഇത് സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ഇല്ലില്ല, നിങ്ങൾ ഒരു തീരുമാനം എടുക്കാമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണരാമെങ്കിൽ, നിങ്ങളുടെ ആത്മീക നിലവാരത്തിൽ നിങ്ങൾ ഒരു പടി ഒന്ന് ഉയർന്നു വരാമെങ്കിൽ ഇന്ന് ഒരു വലിയ സമാധാനത്തെ പകർന്നു തരാൻ കഴിയുന്ന ദൈവശബ്ദമാണ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കും തരാൻ പറ്റാത്ത ഒരു സമാധാനം ഈ വചനത്തിന് തരാൻ കഴിയും. ആർക്കും തരാൻ പറ്റാത്ത സമാധാനം ക്രിസ്തുവിന് തരാൻ കഴിയും എന്നൊരു ബോധ്യം ഇന്ന് നിങ്ങളുടെ അകത്ത് കത്തട്ടെ. ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്. നിരാശയും ആകുലതകളും ആശങ്കകളും വേദനകളുമല്ല, ഇതുവരെ ഇല്ലാത്തൊരു വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് അയക്കുന്നുണ്ട്. മൂന്നാമത്, എനിക്ക് സമാധാനം കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എൻ്റെ സഭയാണ്, എൻ്റെ സമൂഹമാണ്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമാധാനം അതെൻ്റെ കുടുംബത്തിലേക്ക് പകരപ്പെടുകയും കുടുംബത്തിൽ നിന്ന് അത് സഭയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വ്യാപരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം ഇല്ലെങ്കിലും നിങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിൽ എല്ലാം വന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാളിതുവരെ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ജീവിച്ചതെങ്കിൽ ഇന്ന് അതിനൊരു മാറ്റം സംഭവിക്കട്ടെ. വിശ്വസിക്ക്, ഈ വചനം നിങ്ങൾക്കുള്ളൊരു ദൂതാണ്. ഈ വചനം ഒരു നിയോഗമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഒരു വലിയ ആത്മസാന്നിധ്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തകർച്ചകളെ മാറ്റുന്ന സമാധാനം നിങ്ങളുടെ ജീവിതത്തിന്റെ അന്തരീക്ഷങ്ങളിൽ നിറയപ്പെടട്ടെ. ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാൻ, നിങ്ങൾ പ്രാപിക്കേണ്ടതിനെ പ്രാപിപ്പാൻ ഇന്നൊരു തീരുമാനമെടുക്കും. ആ ക്രൂശിലേക്ക് നോക്കുക. എൻ്റെ ഈഗോ, എൻ്റെ അഹങ്കാരം, എൻ്റെ അഹന്ത, എൻ്റെ പിണക്കം, എൻ്റെ പക, ഇതിനെല്ലാം ഞാൻ ഉപേക്ഷിക്കുകയും സ്നേഹവും സന്തോഷവും ക്ഷമയും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ എനിക്ക് സമാധാനത്തെ പുറത്തെടുക്കാൻ കഴിയും, സമാധാനത്തെ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ വിളിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ പുത്രന്മാരെന്നും പുത്രിമാരെന്നും അഥവാ മക്കളെന്നുമാണ്. ആ പദവിയിലേക്ക് എത്താൻ, സമാധാനം ഉണ്ടാക്കുന്നവരായി മാറാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഒരു വലിയ സമാധാനത്തിന്റെ അന്തരീക്ഷം നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവം തുറന്നു തരട്ടെ. ഈ വചനങ്ങളിൽ ബലപ്പെട്ട് മുൻപോട്ട് ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പീസ് ബി വിത്ത് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. ശലോം.